പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി ഭാര്യ ബിന്ദു മേനോൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പലതും പുറത്തു വന്നിരുന്നു. പലരും പല വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് KSUവിന്റെ കൊല്ലം ജില്ലാ അധ്യക്ഷനാണ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ഗണേഷ് കുമാർ സ്വന്തം വസതിയിൽ വെച്ച് ഭാര്യയില്ലാത്ത സമയത്ത് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധം പുലർത്തി എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരുന്നത്. അത്തരത്തിൽ പല വാർത്തകളും സോഷ്യൽ മീഡിയകൾ ഉൾപ്പെടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അങ്ങനെ നിറഞ്ഞോടുകയാണ്. അതിന് പക്ഷേ കാര്യമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഇതിനെയൊക്കെ തന്നെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ പ്രണയമാണ്, അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, തനിക്ക് 5000-ഓളം പ്രണയങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്ന കാര്യങ്ങളിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മന്ത്രിയുടെ ഭാര്യയായിട്ടുള്ള ബിന്ദു മന്ത്രിയുടെ അവിഹിതം നേരിട്ട് കണ്ടു, അത് 112 പോലീസിൽ അടിയന്തരമായിട്ട് വിളിക്കാവുന്ന നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടു എന്നൊക്കെയാണ്. ഇന്ന് മന്ത്രി അതിന് മറുപടിയായിട്ട് പറഞ്ഞത് 112-ൽ ഏത് മറ്റുള്ളവർക്കും വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അതിനെ നിസാരവൽക്കരിക്കുന്ന, അതിനെ യാതൊരു വിധത്തിലും അംഗീകരിക്കാത്ത, പുച്ഛിച്ച് തള്ളുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. തന്റെ പ്രണയങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ കമല സുരൈ ഉൾപ്പെടെയുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ഈ കാര്യങ്ങളെയൊക്കെ തന്നെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതിന് തൊട്ടുപുറകെ നിലവിലെ ഗണേഷ് കുമാറിന്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ അന്ന് സംഭവിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. 2 ദിവസം മുൻപ് ശനിയാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. ആ ശനിയാഴ്ച വാളകത്തെ വസതിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബിന്ദു മേനോൻ പറയുന്നത് പ്രകാരം കെ.ബി. ഗണേഷ് കുമാറുമായിട്ട് 2014-ലാണ് ബിന്ദു മേനോന്റെ വിവാഹം നടക്കുന്നത്. അത്തരത്തിൽ ആ വിവാഹത്തിന് ശേഷം പലപ്പോഴും തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രശ്നങ്ങളും താനും ഗണേഷ് കുമാറുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ 2019-ൽ സമാനമായ രീതിയിൽ ഇതേപോലെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് ചർച്ചയ്ക്ക് താൻ ഒരു മധ്യസ്ഥയായിട്ട് കണ്ടതും ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചതും നിലവിലെ BJPയുടെ തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലം വാർഡിലെ കൗൺസിലറും മുൻ DGPയുമായിരുന്ന ശ്രീലേഖയാണ്. ശ്രീലേഖ ബിന്ദു മേനോന്റെ ഒരു ബന്ധുവാണ്. ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയാണ് ബിന്ദു മേനോൻ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തനിക്ക് 2019-ൽ ഒരു വിഷയം വന്നപ്പോൾ ശ്രീലേഖയെ വിളിച്ച് സംസാരിക്കുകയും അന്ന് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഗണേഷ് കുമാറിന് അനവധി സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധങ്ങളുണ്ട്. അതൊക്കെ തന്നെ തനിക്ക് അറിയാമായിരുന്നു. ആ വിഷയം പറഞ്ഞ് പലപ്പോഴും രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ ഗണേഷുമായിട്ട് അകന്ന് കഴിയുകയാണ്. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് വാളകത്തെ വസതിയിൽ വന്നത്. പിന്നീട് താൻ പോയിട്ടില്ല എന്ന് ബിന്ദു മേനോൻ പറയുന്നു. കഴിഞ്ഞ ദിവസം വാളകത്തെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങൾ തനിക്കറിയാം. അത്തരത്തിൽ പല സ്ത്രീകളെയും വിളിച്ച് താൻ അങ്ങോട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ബിന്ദു മേനോൻ പറയുന്നു. മാത്രവുമല്ല, ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ ഗണേഷ് കുമാറിന്റെ വഴിവിട്ട ജീവിതത്തിനെതിരെ ഗണേഷ് കുമാറുമായിട്ട് സംസാരിക്കുമ്പോൾ അത് വഴക്കിടുമ്പോൾ ഗണേഷ് കുമാർ അതിന് ബദലായിട്ട് ചെയ്യുന്നത് ഈ പറയുന്ന തന്റെ സ്റ്റാഫ് അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബിന്ദു മേനോന്റെ ഫോണ് ട്രാക്ക് ചെയ്യുക എന്നതാണ്. എന്നിട്ട് ബിന്ദു മേനോൻ ആരൊക്കെ ഫോണുമായി സംസാരിക്കുന്നു, തന്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നതിനെയൊക്കെ തന്നെ, പുരുഷ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നതിനെയൊക്കെ തന്നെ അവിഹിതമാണ്, അല്ലെങ്കിൽ അതിൽ ആ സംസാരിക്കുന്ന സുഹൃത്തുക്കളുടെ പേര് വെച്ചുകൊണ്ട് തനിക്കെതിരെ അപവാദം പറയുകയും തനിക്ക് സംശയരോഗമാണ്, തനിക്ക് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞ് പരത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗണേഷ് കുമാർ സ്വീകരിച്ചിരുന്നത് എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ബിന്ദു മേനോൻ നടത്തുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം, ഒരു അന്ത്യം കുറിക്കണം എന്ന് കരുതിക്കൊണ്ട് ഗണേഷുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ബിന്ദു മേനോൻ ഗണേഷിനെ അറിയിക്കാതെ വാളകത്തെ വസതിയിലേക്ക് വരുന്നത്. വാളകത്തെ വസതിയിലേക്ക് വരുമ്പോൾ അവിടെ ഗണേഷിന്റെ ഡ്രൈവറായിട്ടുള്ള ശാന്തനാണ് ഉണ്ടായിരുന്നത്. താൻ വന്ന വാഹനം പുറത്ത് നിർത്തിയിട്ട് അകത്ത് ഡോർ തുറന്ന് അകത്ത് കയറി ബെഡ്റൂമിലേക്ക് ചെന്ന് കതക് തുറക്കുമ്പോൾ ഗണേഷിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ, അങ്ങേയറ്റം മോശമായ സാഹചര്യത്തിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് ഗണേഷ് കുമാറിനെ കണ്ടു. അതിന്റെ ദൃശ്യങ്ങൾ താൻ ഫോണിൽ പകർത്തി
ഉടൻ തന്നെ ഇത് കണ്ട ഗണേഷ് കുമാർ ഡ്രൈവറായ ശാന്തനോട് തന്നെ തടഞ്ഞു നിർത്താനും തന്റെ ഫോൺ പിടിച്ച് മേടിക്കാനും ഒക്കെ തന്നെ പറഞ്ഞു. അതിനുള്ള ശ്രമങ്ങൾ ശാന്തൻ നടത്തി. തൊട്ടു പിന്നാലെ എന്നാൽ അതിന് താൻ വഴങ്ങിയില്ല, തന്റെ ഫോണ് വിട്ടുകൊടുക്കാൻ താൻ തയ്യാറായില്ല, താൻ ബഹളം വെച്ചു. തൊട്ടു പിന്നാലെ പ്രദീപ് എന്ന് പറയുന്ന സ്റ്റാഫ് അംഗം വരുന്നു. പ്രദീപ് എന്ന് പറയുന്ന സ്റ്റാഫ് അംഗം വന്നിട്ട് ഇവർ താൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കതക് കുറ്റിയിട്ടുകൊണ്ട് തന്നെ അവിടെ തടഞ്ഞു നിർത്തി തന്റെ കയ്യിൽ പിടിച്ചു വലിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഇതിനിടയിൽ ഈ ശ്രീലേഖയുമായിട്ട് ബന്ധപ്പെടുന്ന ശ്രീലേഖയെ വിളിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. തുടർന്ന് അവരാണ് പറയുന്നത് 112 നമ്പറിൽ വിളിക്കാൻ. 112 നമ്പറിൽ വിളിച്ച് ഈ വിഷയം പോലീസിനോട് പറയുമ്പോൾ പോലീസ് പുറത്തു വരുന്നുണ്ട്. പോലീസ് പുറത്തു വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് ചെന്ന് പറയുകയാണ്. തന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഇടപെടാനാകില്ല, തങ്ങളുടെ പരിധിയിൽ വരുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാണ് ബിന്ദുമേനോൻ പറയുന്നത്. പോലീസ് അങ്ങനെ കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. ഇപ്പോൾ ബിന്ദുമേനോൻ പോലീസിനോട് പറഞ്ഞത് ഞാൻ സഖാവ് സി എമ്മിനെ വിളിച്ച് പറയും, പിണറായി സഖാവിനെ വിളിച്ച് താൻ ഇക്കാര്യങ്ങൾ പറയും എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഗണേഷിന്റെ സ്റ്റാഫ് അംഗമായിട്ടുള്ള മറ്റൊരംഗമായിട്ടുള്ള മനോജ് ഇക്കാര്യത്തിൽ അവരുമായിട്ട് ഇതിനെ തടയുകയും അത്തരത്തിലൊന്നും ചെയ്യരുത്, മന്ത്രിയുടെ കുടുംബമാണ്, മന്ത്രിയുടെ വീട്ടിലേക്ക് പോലീസിനെ കയറ്റുന്നത് ശരിയല്ല, ഇത് നമുക്ക് പറഞ്ഞു പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനപ്പെടുത്തുന്ന ഒരു ശ്രമമാണ് നടത്തിയത്. തൊട്ടു പിന്നാലെ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ബിന്ദുമേനോന്റെ അടുത്ത സുഹൃത്താണ്. ഈ വിഷയം ഉടൻ തന്നെ വീണ വിജയനെ വിളിച്ചും താൻ അറിയിച്ചിട്ടുണ്ട് എന്ന് ബിന്ദുമേനോൻ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചറിയിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, വിമർശനമാണ് ബിന്ദുമേനോൻ നടത്തുന്നത്. അതിനകത്ത് ആ മുറിക്കകത്ത് നിന്നും പിന്നീട് താൻ പുറത്തേക്ക് വരുന്നത് തടഞ്ഞുകൊണ്ട് ഈ പ്രദീപ് വലിയ രീതിയിൽ തനിക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കാനല്ല എങ്കിൽ പോലും താനുമായിട്ടൊരു പിടിവലി നടന്നു. തന്റെ ഫോൺ പിടിച്ച് മേടിക്കാൻ നോക്കി, താൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്റെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ തനിക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു നീക്കം തന്നെ അവിടെ നടന്നു എന്നാണ് ബിന്ദു പറയുന്നത്. ആ സമയത്തൊക്കെ താൻ ഹെൽപ്പ് മീ എന്ന് തുറന്ന് പറയുന്നുണ്ട്. അവിടെ പോലീസ് പുറത്തുണ്ട് എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്, കതക് തുറക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഒന്നും സംഭവിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ബിന്ദുമേനോൻ കതക് തുറന്ന് പുറത്തു വരുമ്പോൾ അവിടെ പോലീസുമില്ല, ഒന്നുമില്ല. പോലീസൊക്കെ തന്നെ അപ്പോഴേ പമ്പ് കടന്നിരുന്നു. അവിടെ നിന്നും പിന്നീട് താൻ തന്റെ വാഹനത്തിൽ കയറി മടങ്ങുകയാണ് ചെയ്തത് എന്ന് ബിന്ദുമേനോൻ പറയുന്നു. അത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ബിന്ദുമേനോന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഇത്തരത്തിലുള്ള അവിഹിതമായ ബന്ധം, സ്വന്തം വസതിയിൽ മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ അവിഹിത ബന്ധം താൻ നേരിൽ കണ്ടു, അതിന്റെ ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ട്, ദൃശ്യങ്ങൾ പലർക്കും തെളിവിനായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയം 112 വിളിച്ച് പറഞ്ഞ ഒരു പോലീസ് സംഘം അവിടെ എത്തിയിട്ട്, അഞ്ചലിലെ പോലീസ് സംഘമാണ് എത്തിയത്. ആ പോലീസ് അവിടെ എത്തിയിട്ട് തനിക്ക് ഒരു വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തില്ല എന്ന് ബിന്ദുമേനോൻ പറയുന്നു. അവർക്കെതിരകത്ത് ഇടപെടാൻ പറ്റില്ല, തങ്ങളുടെ പരിധിയിൽ വരുന്ന വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയോട് പറയും ഇക്കാര്യമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചും ഈ വിഷയം താൻ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഈ വിഷയം അറിഞ്ഞിട്ട് ഒരു സ്ത്രീ വിളിച്ച് തനിക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി, അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, പിണറായി വിജയൻ സഖാവ് കമ്മ്യൂണിസ്റ്റുകളുടെ കൺകണ്ട ദൈവമാണ്. അദ്ദേഹം ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ടാണ് സഖാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ വെച്ച് ആരാധിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞൊടിയിടയ്ക്കുള്ളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ പരാതികൾ വന്നപ്പോഴും പോലീസ് നടപടികൾ സ്വീകരിച്ചത്. അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കാനുള്ള നടപടികൾ എടുത്തതൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അത് അനിവാര്യമായ സംഭവമാണ്. പക്ഷേ ഇത്തരത്തിൽ തങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു മന്ത്രിക്കെതിരെ, ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം വന്നപ്പോൾ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറുന്നുണ്ട്. ഇത് ആദ്യ സംഭവമല്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. കെ പി ഗണേഷ് കുമാറിനെതിരെ സ്വന്തം ഭാര്യ ഇത്തരത്തിലൊരു അവിഹിത ബന്ധം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഏതാണ്ട് 13 വർഷങ്ങൾക്ക് മുൻപ് 2013 സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യ യാമിനി തങ്കച്ചിയാണ്. അന്ന് ഗണേഷ് കുമാർ മന്ത്രിയാണ്. അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രിയാണ് ഗണേഷ് കുമാർ. അന്ന് ഇത്തരത്തിൽ ഗണേഷ് കുമാറിന് അവിഹിത ബന്ധമുണ്ട് എന്ന കാര്യം നാടൊട്ടാകെ പരസ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മന്ത്രിയുടെ വസതിയിൽ വെച്ചുകൊണ്ട് ഗണേഷ് കുമാറിനെ കാമുകിയുടെ ഭർത്താവ് അടിച്ചതിന്റെ ദൃശ്യങ്ങൾ അന്ന് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം വന്നതാണ്. അന്ന് യാമിനി തങ്കച്ചി തന്നെ
ഇക്കാര്യം പുറത്തു പറഞ്ഞു. ഗണേഷ് കുമാർ കാമുകിയുടെ ഭർത്താവിന്റെ കാലിൽ വീണ് മാപ്പിരുന്നു. താൻ ഇത് ചെയ്യില്ല, തന്നെ തല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീണ് മാപ്പിരുന്നു. അത് താൻ കണ്ടു നിന്നു, അത് തനിക്ക് വലിയ വേദന ഉണ്ടാക്കി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. പിന്നാലെ ഗാർഹിക പീഡന പരാതി ഗണേഷ് കുമാറിനെതിരെ യാമിനി തങ്കച്ചി കൊടുക്കുകയും അങ്ങനെ അത് വലിയൊരു ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിന്റെ രാജി എഴുതി വാങ്ങിക്കുന്നത്. ഇന്നും ഗണേഷ് കുമാർ ആ രാജിയെക്കുറിച്ച് പറയുന്നുണ്ട്. തന്നെ ആ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയ 2013 ചെയ്യാത്ത തെറ്റിനൊക്കെ പുറത്താക്കിയെന്ന് വലിയ വീരവാദമാണ് ഗണേഷ് കുമാർ ഉയർത്തുന്നത്. അപ്പോൾ അന്നും സമാനമായ രീതിയിൽ അന്നത്തെ ഭാര്യ യാമിനി തങ്കച്ചി ഇതേപോലെ ഗണേഷ് കുമാറിന്റെ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ അവിഹിത ബന്ധമൊക്കെ തന്നെ പൊതുസമൂഹത്തോട് തുറന്നു പറയുകയും അത്തരത്തിൽ തനിക്ക് നേരിട്ട തിക്താനുഭവങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് യാമിനി തങ്കച്ചി ഈ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പോകുന്നത്. ആ ബന്ധം നിലനിർത്താനായിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വലിയ വിധത്തിൽ ഇടപെടുകയും, കാരണം ഉമ്മൻചാണ്ടി ചേർത്ത് പിടിച്ച വലിയധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. എന്നാൽ അന്ന് യാമിനി തങ്കച്ചി തയ്യാറായില്ല. കാരണം ഗണേഷുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി അവര് ബന്ധം വേർപിരിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ഗണേഷ് കുമാറിനെ തിരികെ മന്ത്രിസഭയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഗണേഷ് UDF ഇട്ട് LDF പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് 13 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു രണ്ടാമത്തെ ഭാര്യ കൂടി ഗണേഷ് കുമാറിനെതിരെ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഗണേഷ് കുമാറിനെതിരെ നേരത്തെ തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. സോളാർ പീഡന കേസിലെ പരാതിക്കാരി തന്നെ ഒരു ന്യൂസ് ചാനലിൽ തന്റെ കുഞ്ഞിനെ കുറിച്ച് കുഞ്ഞിന്റെ പിതൃത്വം സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അത് ഗണേഷ് കുമാർ ആണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത് നമുക്ക് മുന്നിലുണ്ട്. അത്തരത്തിൽ അനവധി ആരോപണങ്ങൾ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിനെതിരെ ഇങ്ങനെ ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഗണേഷ് കുമാർ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം, പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം, താൻ അങ്ങനെയൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ഒഴിഞ്ഞു മാറാൻ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇത് ഏതെങ്കിലും തരത്തിലൊരു അവിഹിത ബന്ധത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കേസ് മാത്രമല്ല, ഒരു മന്ത്രിയുടെ ഭാര്യയാണ്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഇത്തരത്തിൽ മന്ത്രിയുടെ വീട്ടിൽ വെച്ച് മന്ത്രിയിൽ നിന്നും തന്നെ നേരിട്ട ഒരു വളരെ മോശമായ ഒരു അനുഭവമാണ്. മാത്രമല്ല മന്ത്രിയുടെ ഈ സ്റ്റാഫ് അംഗങ്ങൾ പലരും പറയുന്ന ശാന്തനും പ്രദീപും ഉൾപ്പെടെയുള്ളവർ കയ്യേറ്റം ചെയ്തില്ല എങ്കിൽ പോലും അവരുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയും അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന തരത്തിൽ അവരുമായിട്ട് അവരുടെ കയ്യിൽ പിടിച്ചു വലിക്കുകയും ദേഹത്ത് പിടിച്ചു വലിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. അതുൾപ്പെടെ പോലീസിൽ പരാതി പറഞ്ഞിട്ടും ഒരു സ്ത്രീക്ക് കിട്ടേണ്ട നീതി അവിടെ കിട്ടിയില്ല എന്നതാണ് ഇതിനകത്ത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെ ഇതിൽ നിയമപരമായിട്ട് പോരാടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. തനിക്കിത് ഒരു അന്ത്യം കുറിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നേരത്തെ അറിയാം. ഒട്ടനവധി സ്ത്രീകളുമായിട്ട് ഗണേഷ് കുമാറിന് ബന്ധമുണ്ട്, പരസ്ത്രീ ബന്ധം. അത് നാട്ടിൽ തന്നെ പാട്ടാണ്. അതൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടാണ് താൻ ആ ജീവിതം ഈ 12 വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോയത്. എല്ലാം പല പല പ്രശ്നങ്ങൾ, മുൻപും നിരവധി പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബിന്ദു മേനോൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഗണേഷ് കുമാറിനെതിരെ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഊഹാപോഹങ്ങൾ അത് വെറും ഊഹാപോഹങ്ങൾ മാത്രമല്ല, അത് യാഥാർത്ഥ്യമായിരുന്നു. അതിന് പിന്നിൽ സത്യമുണ്ട്, സത്യാവസ്ഥ ഉണ്ട് എന്ന് അതിന്റെ അനുഭവസ്ഥയാ കൂടിയായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ ഭാര്യ വന്ന് പൊതുസമൂഹത്തോട് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഈ പിണറായി വിജയൻ എന്ത് നിലപാട് സ്വീകരിക്കും? തന്റെ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ മന്ത്രിയുടെ ഭാര്യ തന്നെ വന്ന് ഇത്തരത്തിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ, സ്ത്രീക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്ത്രീ ഇത്തരത്തിലുള്ള പരാതികൾ പറയുമ്പോൾ ആ പോലീസ് ഒന്നും നടപടി സ്വീകരിക്കാത്ത പോലീസിനെതിരെ പിണറായി വിജയൻ എന്ത് നടപടി സ്വീകരിക്കും? ഈ വിഷയത്തിൽ എന്ത് നിലപാട് പിണറായി വിജയൻ സ്വീകരിക്കും എന്നത് അറിയാൻ കേരളീയ പൊതുസമൂഹത്തിന് അങ്ങേയറ്റത്തെ ഒരു ആഗ്രഹമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.